Mubtazim. Mubtazim. Asaf. Asaf. Okay. Fardeen. Fardeen. Fateh. Sama. Ziyan. Nishag. Nived. 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 Pratyush. Pratyush. Rahul. Present. Sarun. Present. Saurag. Saurav. Srirag. Present, miss. Vishnu. Vishnu AP. Present, miss. Vishnu N. Present, miss. Okay. Absentees പറഞ്ഞിരുന്നത് ആകാശ്. ആകാശ് absent ആണ്. Then Agil. Then Anirudh. Okay. Mubtazim. Fardeen. Present. Okay. Then Fateh. Then Sama, Ziyan. Then Pratyush. Saurag. Saurav. Okay. ഇത്രയാണ് കേട്ടോ ആബ്സെന്റീസ്. ധർമ്മേഷ് ഉണ്ട്. ഓക്കെ. Let's start. സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? അല്ലേ? ഓക്കെ. Yes, miss. അപ്പൊ നമ്മൾ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോംപ്ലക്സ് ഇന്റഗ്രേഷനിൽ നമ്മൾ ഇപ്പം ഫസ്റ്റ് വാല്യുവേഷൻ മെത്തേഡ് പഠിച്ചു അല്ലേ? ദെൻ പിന്നെ പറഞ്ഞിട്ടുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ലൈൻ ഇന്റഗ്രൽ ആണ്. ലൈൻ ഇന്റഗ്രലിൽ ഫസ്റ്റ് വാല്യുവേഷൻ മെത്തേഡും ഉണ്ട്, സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡും ഉണ്ട്. ദെൻ പ്രോപ്പർട്ടീസ് പറഞ്ഞു. സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ് നമ്മൾ 2 ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു പ്രോബ്ലംസ് ഒക്കെ. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ, ക്ലിയർ ആണല്ലോ അല്ലെ? സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ് എല്ലാം ക്ലിയർ ആണല്ലോ. ഒരു വേരിയബിളിലേക്ക് ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ഒരു വേരിയബിളിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ആ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത്. അപ്പൊ Z ആണെങ്കിൽ എഫ് ഓഫ് സെഡിനെയും നമ്മൾ ഒരു വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഡി സെഡിനെ നമ്മൾ ആ ഒരു വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ ലിമിറ്റ് കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ? ഓക്കെ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ പറയാം. അത് പകുതി വരെ പറയുള്ളൂ, അതിന്റെ ബാക്കി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. അപ്പൊ ലാസ്റ്റ് ഒരു ഹിന്റ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തരിക കേട്ടോ. ഹോംവർക്ക് തരാൻ വിചാരിച്ചിരുന്ന പ്രോബ്ലം ആണ്, പക്ഷെ അതിലൊരു ഹിന്റ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തരിക. ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരുന്ന ഭാഗം വരെ ഞാൻ പറയുള്ളൂ കേട്ടോ. Evaluate integral over C mod Z dz where C is the line segment joining -1 and 1. ഓക്കെ. അപ്പോ -I and I ആണ് കേട്ടോ. അത് -I and I ആണ് കേട്ടോ. -I and I. Evaluate integral over C mod Z dz where C is the line segment joining -I and I. ഓക്കെ. അതായത് ഈ ഒരു ലൈൻ സെഗ്മെന്റില് -I എന്ന് പറയുന്നത് അല്ലെ, I എന്ന് പറയുന്നത് ഏതാ? ഇമാജിനറി പാർട്ടിലാണ് നമുക്ക്, അതായത് Y ആക്സിസിലാണ് നമുക്ക് ഐയുടെ ടേംസ് ഒക്കെ, ഐ വാല്യൂസ് ഒക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഈ ഇമാജിനറി ആക്സിസ് Y ആക്സിസിലാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ -I എന്ന് പറയുന്നത് Y ആക്സിസിലെ -1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം അല്ലെ? Y ആക്സിസിലെ -1 ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ദെൻ I എന്ന് പറയുന്നത് Y ആക്സിസിലെ +1ന്റെ സ്ഥാനത്താണ് നമുക്ക് I എന്ന് പറയുന്ന പോയിന്റ് വരുന്നത് അല്ലെ? കോംപ്ലക്സ് പ്ലെയിനിലെ XY എന്ന് പറയുന്ന കോംപ്ലക്സ് പ്ലെയിനിലെ X ആക്സിസ് എന്ന് പറയുന്നത് റിയൽ ആക്സിസും Y ആക്സിസ് എന്ന് പറയുന്നത് ഇമാജിനറി ആക്സിസും. അപ്പൊ ഇമാജിനറി ഈ ഐയുടെ വാല്യൂസ് ഒക്കെ വരുന്നത് ഈ ഇമാജിനറി ആക്സിസിലായ ഈ Y ആക്സിസിലാണ് നമ്മൾ I വാല്യൂസ് ഒക്കെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ -I എന്ന് പറയുന്നത് ഈ -1 എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു പ്ലേസിലായിരിക്കും ഉണ്ടാവുക. +I എന്ന് പറയുന്നത് ഈ +1 ആ പ്ലേസിലായിരിക്കും I റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു മോഡ് സെഡ്. മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ?
മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ആണ് അല്ലെ. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മോഡുലസ് കാണുക എന്ന് പറഞ്ഞാൽ റിയൽ സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് മോഡുലസ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. മോഡുലസ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിയാലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇതിന്റെ ലൈൻ ഇന്റഗ്രൽ ഈ ഒരു പാത്തിലാണ് നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എക്സും വൈയും ഉണ്ട്, രണ്ട് വേരിയബിളും ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു വേരിയബിൾ ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്ക്, ഈ ഒരു ലൈനിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? വൈ എന്ന് പറയുന്നത് -1 to 1 അല്ലെ. വൈ എന്ന് പറയുന്നത് -1 മുതൽ 1 വരെ വേരി ചെയ്യുന്നുണ്ട് അല്ലേ. വൈയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യുന്നത്? -1 മുതൽ 1 വരെയല്ലേ വേരി ചെയ്യുന്നത്. അവിടെ -i മുതൽ i വരെ എന്ന് പറയാൻ പാടില്ലേ. ഈ ഇമാജിനറി പാർട്ടിലുള്ള ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ i എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുക. ഇതിൽ ശരിക്കുള്ള വാല്യൂ എത്രയാ? ഇത് -1ഉം ഇത് +1ഉം ആണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് 0+i എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് ഇത് വരിക. 0+i, അതായത് എക്സ് ആക്സിസിൽ 0ഉം വൈ ആക്സിസിൽ i എന്ന് പറയുന്ന പോയിന്റും. ഓക്കെ, കൺഫ്യൂഷൻ ആകരുത്. വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് -1 മുതൽ 1 വരെയാണ് വേരി ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ -1 മുതൽ 1 വരെയാണ് കൊടുക്കുക, അല്ലാതെ -i മുതൽ i വരെ എന്നുള്ളത് കൊടുക്കാൻ പാടില്ല ലിമിറ്റില്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അതായത് ഞാൻ കൺഫ്യൂഷൻ ആകുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഹോംവർക്ക് ഈ ഒരു കുറച്ച് കൺഫ്യൂഷൻ ആകുന്ന ആ ഭാഗം വരെ ഞാൻ പറയാന്ന് വിചാരിച്ചത്. ഓക്കെ, ഇതിൽ എക്സിന്റെ വാല്യൂ എവിടെയെങ്കിലും ചേഞ്ച് ആവുന്നുണ്ടോ? എക്സ് റിമൈൻസ് കോൺസ്റ്റന്റ്. എക്സ് എന്ന് പറയുന്നത് 0യിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലെ. എക്സിന്റെ വാല്യൂ മാറുന്നുണ്ടോ? എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് 0യിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഈ എഫ് ഓഫ് സെഡിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് അല്ലെ. എക്സിന് നമുക്ക് എന്ത് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം. അപ്പൊ റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് വൈ സ്ക്വയർ എന്ന് വരും അല്ലെ. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് റൂട്ട് വൈ സ്ക്വയർ ആയി. റൂട്ട് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ റൂട്ട് കളയുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ +or-y ആണ് വരിക. ഇതാണ് കേട്ടോ അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിങ് എന്ന് പറയുന്നത്. ഈ റൂട്ടും അല്ലെ, റൂട്ട് കളയുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ +y വരാം അല്ലെങ്കിൽ -y എന്നുള്ള വാല്യൂ വരാം. ഇതിവിടെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് പറയാനായിട്ടുള്ള കാരണം ഈ y നമുക്ക് ഈ -1 മുതൽ 1 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം, ഈ ഒരു പാത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം എനിക്ക് എന്ത് ചെയ്യാം? -1 മുതൽ 0 വരെ ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം 0 മുതൽ 1 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് അത് രണ്ടും കൂടെ എനിക്ക് ആഡ് ചെയ്താൽ പോരെ? ഈ ഒരു പാത്തിനെ എനിക്ക് 2 പാത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ പോരെ അല്ലേ? എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാല് ഈ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ +y ആകാം -y ആകാം. ഓക്കെ, അപ്പൊ ഈ നെഗറ്റീവ് ആക്സിസിൽ ഇവിടെ വൈയുടെ വാല്യൂ ഒക്കെ നെഗറ്റീവ് ആണ് അല്ലെ. ആ നെഗറ്റീവ് ആക്സിസിൽ ഈ ഒരു നെഗറ്റീവ് പാർട്ടില് നമ്മുടെ ഈ എഫ് ഓഫ് സെഡിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? -y ആയിട്ടും ഈ പോസിറ്റീവ് ആക്സിസിൽ അതായത് 0 മുതൽ മുകളിലേക്കുള്ള ഈ ഒരു പാത്തിൽ നമ്മൾ അതിനെ +y ആയിട്ടും കൺസിഡർ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ഒറ്റയടിക്ക് നമ്മൾ -1 മുതൽ 1 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷനെ +y ആണോ -y ആണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. +y ഉണ്ട് -y ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇവിടെ മുതൽ ഇവിടം വരെ ഒരു പാത്തായിട്ടും ഇവിടെ മുതൽ ഇവിടെ വരെ നമുക്കൊരു വേറൊരു പാത്തായിട്ടും നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മറന്നു പോയത് സ്ക്വയർ റൂട്ട് ഓഫ് y സ്ക്വയർ എന്ന് വരുമ്പോൾ അതിന്റെ സ്ക്വയർ റൂട്ട് കളയുമ്പോൾ നമുക്ക് +y ആകാം -y ആകാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാത്തിനെ സ്പ്ലിറ്റ് ചെയ്യും. -1 to 1 എന്ന് പറയുന്ന ഈ ഒരു ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് -1 to 0 and 0 to 1 എന്ന് പറയുന്ന പാത്താക്കിയിട്ട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ, അപ്പൊ അതാണ് കേട്ടോ. അപ്പം ഞാൻ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇതായിരുന്നു. ഇന്റഗ്രൽ ഫ്രം -1 to 1 എഫ് ഓഫ് സെഡ് dz. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ. ഇന്റഗ്രൽ ഓവർ c എന്ന് പറയുന്ന ഈ ഒരു പാത്ത് എന്ന് പറഞ്ഞാൽ -1 മുതൽ 1 വരെ എന്ത് ചെയ്യുക? എഫ് ഓഫ് സെഡ് dz കാണുക. ഓക്കെ, അപ്പൊ അതിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. -1 മുതൽ 0 ആക്കി +0 മുതൽ 1 വരെ 2 ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് സെഡ് ഇൻറ്റു ഇവിടെ dz കൂടെ കണ്ടുപിടിക്കണം കേട്ടോ. dz എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? dx + i dy ആയിരിക്കും. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാലോ dz എന്ന് പറഞ്ഞാൽ dx + i dy ആയിരിക്കും. dx 0 ആയതുകൊണ്ട് dx 0 ആയിരിക്കും. അപ്പൊ dx 0 ആയിരിക്കും. ബാക്കിയുള്ളത് എന്താ? +0 + i dy മാത്രമേ ഉള്ളൂ. dz-ന് അല്ലെ, അത് ഇന്നലെയൊക്കെ കുറെ ചെയ്തിട്ടുണ്ട്, അതാ ഞാൻ ഡയറക്റ്റ് എഴുതിയത് കേട്ടോ. x 0 ആണ്, അപ്പൊ dx 0 ആയിരിക്കും. അതുകൊണ്ട് dz-ന് നമുക്ക് എങ്ങനെ എഴുതാം? dx + i dy ആയിരിക്കും അല്ലെ. അപ്പൊ dx-ന്റെ സ്ഥാനത്ത് 0 + i dy എന്ന് വരും. അതായത് dz-ന് നമുക്ക് i dy മാത്രമായിട്ട് കിട്ടും.
ഓക്കെ, ഇവിടുത്തെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ നിങ്ങൾ ഓർക്കണം, -1 മുതൽ 0 വരെ നമ്മുടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു അല്ലെ? -1 to 1, -1 to 0 ഈ ഒരു പാത്തില്, -1 മുതൽ 0 ഈ ഒരു നെഗറ്റീവ് പാർട്ടിൽ നമ്മുടെ എഫ് ഓഫ് സെഡ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? -y ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പം -1 മുതൽ 0 വരെയുള്ള ഈ ഒരു ലിമിറ്റിൽ നമ്മുടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് -y ആയിരിക്കും, ഇൻറ്റു i ഇൻറ്റു dy, dz പകരം i ഇൻറ്റു dy, പ്ലസ് 0 മുതൽ 1 വരെ ഈ ഒരു പോസിറ്റീവ് ആക്സിസിൽ നമ്മൾ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? +y ആയിട്ടും കൺസിഡർ ചെയ്യണം. ഇതാ ഇവിടെയാണ് ചേഞ്ച് വരിക. ഈ എഫ് ഓഫ് സെഡ് തന്നെ രണ്ട് രീതിയിൽ +y ആകാം -y ആകാം. അത് -1 മുതൽ 0 വരെ മൈനസ് ആയിട്ടും 0 മുതൽ 1 വരെ പോസിറ്റീവ് ആക്സിസിൽ അത് +y ആയിട്ടും ആക്ട് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാലോ. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗം നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നാളെ എനിക്ക് ആൻസർ പറഞ്ഞു തരണം. ഇതൊന്നുമില്ല, ജസ്റ്റ് i കോൺസ്റ്റന്റ് ആണ് പുറത്തെടുക്കാം. എന്ത് ചെയ്യാം? -y ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക, പ്ലസ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. ഈ ഒരു ആൻസർ നാളെ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ ആകുന്ന ഈ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ √y² എന്ന് വരുമ്പോൾ +y ആകാം -y ആകാം. ഇപ്പൊ നമുക്കിതാ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ 0 മുതൽ മുകളിലേക്കാണ് ക്വസ്റ്റ്യൻ. ഏതെങ്കിലും ഒരു പോയിന്റ് വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമുക്ക് എന്തിന്റെ ആവശ്യം വരില്ല? ഈ +or-y ആവശ്യം വരില്ല. ഇത് നെഗറ്റീവ് ആക്സിസിലും കൂടെ പോയതുകൊണ്ടാണ് നമുക്ക് ഇത് രണ്ടും കൺസിഡർ ചെയ്യേണ്ടി വന്നത്. പോസിറ്റീവ് ആക്സിസിൽ മാത്രമാണ് നമ്മുടെ ഭാഗത്തെങ്കിൽ നമുക്ക് എന്തിന്റെ ആവശ്യം വന്നിട്ടുണ്ടാവില്ല? ഈ നെഗറ്റീവ് വൈയുടെ ആവശ്യം വന്നിട്ടുണ്ടാവില്ല. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഈ നെഗറ്റീവിലേക്കും കൂടെ നമ്മുടെ പാത്ത് ഈ നെഗറ്റീവ് ആക്സിസിൽ നിന്ന് തുടങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ +y ആയിട്ട് -y ആയിട്ട് രണ്ട് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് നാളെ വരാം. ഓക്കെ, അപ്പൊ അത്രയാണ് സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്താണോ തന്നിട്ടുള്ളത് ആ ഒരു ഫംഗ്ഷനെ നമ്മൾ ഡയറക്റ്റ് ഒരു വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യുക, എക്സിലേക്കോ വൈയിലേക്കോ, അല്ലെങ്കിൽ എക്സും വൈയും ടിയുടെ ഫോമിൽ, പാരാമെട്രിക് ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ടിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ടിയുടെ ലിമിറ്റ് കൊടുക്കുക. അതർവൈസ് നമുക്ക് ഇങ്ങനെ ഒരു പാത്ത് തന്നു, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വൈയിലേക്ക് കൺവേർട്ട് ചെയ്യുക, അങ്ങനെ എഴുതാം. ഒരു ട്രയാങ്കിൾ ഒക്കെ ആണെങ്കിൽ മൊത്തത്തിൽ കണ്ടുപിടിക്കാൻ ഓരോ പാത്തും സ്പ്ലിറ്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് വേണം, ഓരോ പാത്തിലും നമ്മൾ അതിന്റെ ഇന്റഗ്രേഷൻ കണ്ടുപിടിച്ചിട്ട് വേണം, ആഡ് ചെയ്തിട്ട് വേണം അതിന്റെ ടോട്ടൽ വാല്യൂ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങളേ ഉള്ളൂ, സിമ്പിൾ ആണ് കേട്ടോ. സെക്കൻഡ് ഇവാലുവേഷൻ കൂടുതലായിട്ട് ചോദിക്കുന്ന പ്രോബ്ലംസ് ആയിട്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിലായാലും നിങ്ങൾക്ക് AB പാർട്ടിലൊക്കെ ആയാലും നിങ്ങൾക്ക് സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. മിക്കവാറും ട്രയാങ്കിൾ ആ ഒരു ടൈപ്പ് ഒക്കെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, സീറോസ് ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ സീറോസ്, ഒരു ഫംഗ്ഷന്റെ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ സീറോ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഒരു ഫംഗ്ഷന്റെ സീറോ എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. Z equal to A is a zero of order m of a function f of z if f of z is equal to z minus a all raised to m into phi of z, where phi of a not equal to 0. ഡെഫിനിഷൻ കണ്ട് പേടിക്കൊന്നും വേണ്ട. അതായത് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡിന്റെ സീറോ ആണ് എന്ന് പറയണമെങ്കിൽ അതിനെ നമുക്ക് ഈ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി കഴിയണം? z മൈനസ് എ ഓൾ റൈസ് ടു എം, അതിന്റെ ഓർഡർ എമ്മും കൂടി ആണെങ്കിൽ z ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഈ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ സീറോ ഓഫ് ഓർഡർ എം ആയിട്ടുള്ള ഒരു സീറോ ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് ആ എഫ് ഓഫ് സെഡിനെ എങ്ങനെ എഴുതാൻ വേണ്ടി കഴിയണം? z മൈനസ് എ ദി ഹോൾ റൈസ് ടു എം ഇൻറ്റു സം ഫൈ ഓഫ് സെഡ്, where phi of a not equal to 0. ഈ phi of z എന്ന് പറയുന്ന ഈ phi of z ൽ നമുക്ക് അതിൽ a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഒരിക്കലും എന്താനും പാടില്ല, ഈക്വൽ ടു 0 ആകാനും പാടില്ല. ഡെഫിനിഷൻ അത് ഇത്ര വലിയ കൺഫ്യൂഷൻ ആയിട്ട് കാര്യമില്ല, എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാക്കും. ഓക്കെ, അതായത് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സൈൻ സെഡ്, ഇതിന്റെ സീറോ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സൈൻ സെഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ സീറോ കണ്ടുപിടിക്കാൻ പറഞ്ഞാല് എന്ത് ചെയ്യാം? ഈ സൈൻ സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്, ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ ഉണ്ടാവുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സീരീസ് എക്സ്പാൻഷൻ പഠിച്ചിട്ടില്ലേ? സൈൻ സെഡിന്റെയും സൈൻ എക്സ് കോസ് എക്സിന്റെ ഒക്കെ സീരീസ് എക്സ്പാൻഷൻ പഠിച്ചിട്ടുള്ളതല്ലേ? അല്ലടോ, സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും സീരീസ് എക്സ്പാൻഷൻ പഠിച്ചിട്ടുള്ളതല്ലേ? അല്ലേ? ഇതുപോലെയുള്ള എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ റിയൽ ഫംഗ്ഷനില് ഇല്ലേ? എന്താ
ഇല്ല പഠിച്ചിട്ടില്ലേ? ഓക്കെ, പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആ ഒരു സീരീസ് എക്സ്പാൻഷൻ ആണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ സൈൻ സെഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോസ് സെഡ് ആണെങ്കിൽ, കോസ് സെഡ് ആകുമ്പോൾ എങ്ങനെ വരും? 1+z²/2 അങ്ങനെ വരും. സൈൻ ആകുമ്പോൾ ഇവിടെ മുതൽ വരും z-3 അത് അറിയില്ലെങ്കിൽ നാളെ അത് സൈഡിൽ ഒരു നോട്ടിലേക്ക് എഴുതിയെടുക്കുക. സൈൻ സെഡ്, കോസ് സെഡ്, e⁻x, 1/z അതിന്റെ ഒക്കെ സീരീസ് എക്സ്പാൻഷൻ ഒന്ന് പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് അതിന്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. സൈൻ സെഡ്, കോസ് സെഡ്, 1/z, ദെൻ e⁻x ഇതിന്റെ ഒക്കെ സീരീസ് എക്സ്പാൻഷൻ പഠിച്ചിട്ട് വെക്കുക. ഇങ്ങനെയുള്ള സീരീസ് എക്സ്പാൻഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയായിരിക്കും സൈൻ സെഡിന്റെ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് സെഡിനെ ഞാൻ ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി എന്ത് വരും? സെഡ് ഞാൻ ഔട്ട് സൈഡ് എടുത്താൽ ബാക്കിയുള്ളത് 1 മൈനസ് ഇവിടുന്ന് ഒരു സെഡ് പോയി, z²/3 പ്ലസ് ഇവിടുന്ന് ഒരു സെഡ് പുറത്തേക്ക് പോയിട്ടുണ്ട് അല്ലെ. ഓക്കെ, z⁻⁵ മൈനസ് z⁻7 ഒരു സെഡ് പുറത്തേക്ക് പോയി, z⁻6/7 പ്ലസ് എക്സെട്ര. ഇങ്ങനെയുള്ള ഒരു ഇൻഫിനിറ്റ് സീരീസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിന് എനിക്ക് z-നെ ഞാൻ z⁻0 എന്ന് എഴുതാലോ. z-നെ എനിക്ക് z-0 എന്ന് എഴുതാലോ. z-ന് z-0 എഴുതാലോ. കുഴപ്പമുണ്ടാവുമോ? z എന്ന് പറയുന്നതും z-0 ഈക്വൽ അല്ലേ? ഈ ഒരു ഫംഗ്ഷനെ അതിന്റെ ബാക്കിയുള്ള ഫംഗ്ഷനെ ഞാൻ എന്താക്കി എഴുതി? φ(z) ആക്കി എഴുതി. അതായത് ഈ ഒരു മൊത്തം ഫംഗ്ഷനെ ഞാൻ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്തു? φ(z) ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഇവിടെ φ(z)ൽ z-ന് 0 കൊടുക്കുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ 0 ആകുമോ? φ(z)ല് z-ന് 0 അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എപ്പോഴെങ്കിലും 0 ആകുമോ? ഇല്ല ഇവിടെ 1 എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ഇതൊക്കെ 0 ആയി പോകും. പക്ഷെ ഇവിടെ 1 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ φ(z) എന്ന് പറയുന്ന ടേം ഈ ഒരു ഫംഗ്ഷൻ ഒരിക്കലും 0 ആകില്ല. അതായത് φ(0) നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ സൈൻ സെഡിനെ ഞാൻ ഇതാ ഈ ഒരു രീതിയിലേക്ക് മാറ്റി ചെയ്തിട്ടുണ്ട്. z-0 into φ(z) where φ(0) നോട്ട് ഈക്വൽ ടു 0. ഇവിടുത്തെ z- എന്ന് എഴുതുന്ന ഇതാണ് നമ്മുടെ 0 എന്ന് പറയുന്നത്. ഈ ഒരു ഫംഗ്ഷന്റെ 0 എന്ന് പറയുന്നത് ഏതാ? ഈ z-a ഫോമിൽ എഴുതാൻ പറ്റുന്നത് കണ്ടോ. ഈ z-a എന്ന് പറയുന്നത് f(z)ന്റെ 0 ആണെന്ന് പറയണമെങ്കിൽ അതിനെങ്ങനെ എഴുതണം? z-a⁻m into φ(z). ഈ m എന്ന് പറയുന്നത് ആ ഒരു 0ന്റെ ഓർഡറിനെയാണ് ഈ m എന്ന് പറയുന്നത്. ഈ പവറായിട്ട് എഴുതുന്നത് ഈ a എന്ന് പറയുന്ന ഈ ഒരു 0യുടെ ഓർഡറിനെയാണ് ഈ m എന്ന് പറഞ്ഞ് പവറായിട്ട് എഴുതുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയത് z-0 into φ(z). φ(0) നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റുമ്പോൾ നമുക്ക് ഈ ഫംഗ്ഷന്റെ 0 ആയിട്ട് എന്തിനെ കൺസിഡർ ചെയ്യാം? ഈ f(z) sin z-ന്റെ 0 എന്ന് പറയുന്നത് ആരായിരിക്കും? ഈ 0 തന്നെയായിരിക്കും അതിന്റെ 0 എന്ന് പറയുന്നത്. 0 എന്ന് പറയുന്നത് ഒരു പേരാണ് കേട്ടോ. അതിന്റെ 0 എന്ന് പറയുന്നത് പേരാണ്. ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 0, z=0 ആണ് ഈ sin z എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷന്റെ 0 ആയിട്ട് വരിക. അതിന്റെ ഓർഡർ എത്രയായിരിക്കും? ഈ ഒരു 0യുടെ ഓർഡർ എത്രയായിരിക്കും? ഇവിടെ പവറായിട്ട് എഴുതുന്നതാണ് ഓർഡർ എന്ന് പറയുന്നത് കണ്ടോ. ഓർഡർ m എന്ന് പറയണമെങ്കിൽ ഈ z-a⁻² എന്ന് എഴുതുന്ന ഈ ഒരു പവർ ആയിരിക്കും ഈ ഒരു 0യുടെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ 0 എന്ന് പറയുന്ന ഈ വാല്യൂയുടെ ഓർഡർ എത്രയായിരിക്കും? 1 ആണ് ഈ 0 എന്ന് പറയുന്നത്. f(z) sin z-ന്റെ 0 ആണ്. 0 ഈക്വൽ ടു 0 ആൻഡ് ഓർഡർ വിത്ത് ഓർഡർ 1 ഓർഡർ ആയിട്ടുള്ള 0 sin z-ന്റെ 0 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പൊ z=0 is a 0 of f(z) of order 1. അപ്പൊ z=0 ആണ് f(z)ന്റെ 0 വിത്ത് ഓർഡർ 1. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ. അപ്പൊ എന്താ നമ്മൾ ചെയ്തിട്ടുള്ളത്? നമുക്ക് അതിന്റെ നേരെ സീരീസ് എക്സ്പാൻഷൻ എടുത്തു, അതിൽ z ഔട്ട് സൈഡ് എടുത്ത് നമുക്ക് അതിനെ എന്തായിട്ട് എഴുതി? ഈ ഒരു ടേമിൽ z- ഇപ്പൊ നമുക്ക് ഈ ഒരു ടേമിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആണ്, അതിൽ z-2 പ്ലസ് z-2 ആണെങ്കിൽ നമ്മൾ ഏതിനെ പുറത്തെടുക്കാം? z-2നെയാണ് പുറത്തെടുക്കുക അല്ലെ. ഇവിടെ എല്ലാം z-2 z-2 ഒക്കെ ആണെങ്കിൽ നമ്മൾ ഏതിനെ പുറത്തെടുക്കുക? z-2നെയാണ് പുറത്തെടുക്കുക. അപ്പൊ അവിടുത്തെ 0 ആയതായിട്ടാ വരിക? 2 ആയിട്ടാണ് 0 വരിക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ 0 എന്ന് പറയുന്നത്. 0 എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഈ ഒരു ടേമിൽ ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റുന്ന അത്തരം ഫംഗ്ഷൻസിനെയാണ്, അത്തരം വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഒരു ഫംഗ്ഷനെ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അത്തരം ആ വാല്യൂസിനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷന്റെ 0 ആയിട്ട് കൺസിഡർ ചെയ്യാം.
ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ, സിംഗുലാർ പോയിന്റ് ഓർ സിംഗുലാരിറ്റി. സിംഗുലാർ പോയിന്റ് ഓർ സിംഗുലാരിറ്റി. ഓക്കെ, അപ്പം ഒരു ഫംഗ്ഷൻ, ഒരു എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ സിംഗുലാർ പോയിന്റ് ഏതാണ് അല്ലെങ്കിൽ സിംഗുലാരിറ്റി ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഏതൊക്കെ പോയിന്റിലാണോ ആ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്തത് ആ പോയിന്റ്സിനെയാണ് നമ്മൾ സിംഗുലാരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ വേറൊന്നും കൂടി പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാപ്പിംഗിൽ അല്ലെ. എന്തായിരുന്നു? ഇതുപോലെ തന്നെ ഒരു ടേം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നു ആ ടേം? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അനലിറ്റിക് അല്ലാത്ത പോയിന്റ്സിന് നമ്മൾ എന്ത് പറയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു? അനലിറ്റിക് അല്ലാത്ത പോയിന്റ്സിനെ എന്ത് പറയും? എടോ മാപ്പിംഗിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? ഫിക്സഡ് പോയിന്റ് എന്ന് പഠിച്ചിട്ടില്ലേ? ഫിക്സഡ് പോയിന്റ്സ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ സിംഗുലാരിറ്റീസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏതൊക്കെ പോയിന്റ്സിലാണോ അത് അനലിറ്റിക് അല്ലാത്തത് അത്തരം പോയിന്റ്സിനാണ് അതിന് സിംഗുലാരിറ്റീസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഫംഗ്ഷൻ നോക്കാം, എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ ആ ഡെഫിനിഷനേക്കാളും കൂടുതൽ എക്സാമ്പിൾ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/z²-1. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷന്റെ സിംഗുലാരിറ്റീസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ വരുന്ന ഈ ഒരു പ്ലേസ് അത് തന്നെ നമ്മൾ ഫിക്സഡ് പോയിന്റിലും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിനോമിനേറ്ററിൽ വരുന്ന ഈ ഒരു ഫംഗ്ഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഡിനോമിനേറ്ററിൽ വരുന്ന ഈ ഒരു ഫംഗ്ഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. എന്താ ഡിനോമിനേറ്റർ വരുന്നത്? z²-1. ഇതിന് വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതാൻ മാറ്റിയിട്ട് 1/z-1 into z+1 എഴുതിക്കൂടെ? z²-1നെ z-1 into z+1 എഴുതാലോ. a² - b² ഫോം അല്ലേ? a+b into a - b എന്ന് എഴുതാലോ. ഓക്കെ, അപ്പൊ ഇതിന്റെ സിംഗുലാരിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിൽ വരുന്ന ടേം ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പൊ ഞാനിതാ ഈ ഒരു ടേം ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇവിടെ നിന്നും കൊടുക്കാം. z²-1 ഈക്വൽ ടു 0 ആണെങ്കിൽ z² ഈക്വൽ ടു 1 ആക്കും, വിച്ച് ഇംപ്ലൈസ് z ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടുന്ന് ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ z²-1 ഈക്വൽ ടു 0 അപ്ലൈ ചെയ്താൽ z-ന്റെ വാല്യൂ എന്താ വരുന്നത്? z²-1 ഈക്വൽ ടു 0 ആയാൽ z-ന്റെ വാല്യൂ എന്താ വരുവാ? ഒന്ന് ചെയ്ത് നോക്ക്, നിങ്ങൾ റഫ് ആയിട്ട് ചെയ്ത് നോക്ക്. അതെ, +or-1 ആ വരുവാ അല്ലെ. z²-1 ഈ ഡിനോമിനേറ്ററിൽ വരുന്ന ഈ ഒരു ടേം ഈക്വൽ ടു 0, z²-1 ഈക്വൽ ടു 0 ആയാൽ വിച്ച് ഇംപ്ലൈസ് z² ഈക്വൽ ടു -1നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 1 ആകും. z² ഈക്വൽ ടു 1 വിച്ച് ഇംപ്ലൈസ് z-ന് എന്താകും? z സ്ക്വയർ കളയുമ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ +or-1 ആണ് വരിക അല്ലെ. അപ്പൊ +or-1 z ഈക്വൽ ടു 1 ഉം z ഈക്വൽ ടു -1 ഉം ആയിരിക്കും ഇതിന്റെ സിംഗുലാരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിനെ വേറെ രീതിയിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു എന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. ഞാൻ ഇതിനെ എന്ത് ചെയ്തു? z²-1നെ z-1 into z+1 എഴുതി, സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിംഗുലാരിറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിൽ വരുന്ന ഈ ഒരു ടേം ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. z-1 into z+1 ഈക്വൽ ടു 0 അല്ലെ. ഈ എ ബി ഈക്വൽ ടു 0, a into b ഈക്വൽ ടു 0 ആണെങ്കിൽ a ഈക്വൽ ടു 0 ആയിരിക്കും, b ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഈ ഒരു ടേം ഈക്വൽ ടു 0 ആയിരിക്കും, ഈ ഒരു ടേം ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് z-1 ഈക്വൽ ടു 0 ആയിരിക്കും ആൻഡ് z+1 ഈക്വൽ ടു 0 ആയിരിക്കും. z-1 ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? z ഈക്വൽ ടു 1 എന്ന് പറയാം. z+1 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ z ഈക്വൽ ടു -1. അപ്പൊ നിങ്ങൾ നേരത്തെ ഡയറക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കോ അതിന് ഞാൻ പകരം ഈ രീതിയിൽ കണ്ടുപിടിച്ചു. എങ്ങനെയായാലും സിംഗുലാരിറ്റീസ് എന്തൊക്കെ കിട്ടുന്നത്? z ഈക്വൽ ടു +1 ആൻഡ് z ഈക്വൽ ടു -1. ഇതായിരിക്കും ഈ ഒരു ഫംഗ്ഷന്റെ സിംഗുലാരിറ്റീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയുന്നത്. z ഈക്വൽ ടു +or-1 are the singular points. ഓക്കെ, +1 ഉം -1 ആയിരിക്കും അതിന്റെ സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ സിംഗുലാർ പോയിന്റ് കണ്ടുപിടിക്കാന്ന്, ഒരു ഫംഗ്ഷന്റെ സിംഗുലാർ പോയിന്റ്സ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാല് അതിൽ ഡിനോമിനേറ്റർ വരുന്നത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് അത്തരം പോയിന്റ്സിനെയാണ് നമ്മൾ അതിന്റെ സിംഗുലാരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ആകുമ്പോൾ ആ ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഡയറക്റ്റ് 0 കൊടുക്കുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ സിംഗുലാരിറ്റി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പൊ കിട്ടുന്ന z-ന്റെ വാല്യൂ ആയിരിക്കും അതിന്റെ സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ ഫിക്സഡ് പോയിന്റ് ഉണ്ട് കേട്ടോ. തേർഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫിക്സഡ് പോയിന്റും ഉണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, ദെൻ ഈ സിംഗുലാർ പോയിന്റ്സിനെ 2 ടൈപ്പ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആൻഡ് നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്. എന്താ ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ?
ഐസൊലേഷൻ വാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഐസൊലേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയടോ? അതായത് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് അല്ലെ? ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന ഒറ്റപ്പെട്ട് നിൽക്കുന്ന, ഒറ്റയ്ക്ക് വേർവിട്ട് നിൽക്കുന്നതിനെയാണ് എന്താ പറയാ? ഐസൊലേഷൻ എന്ന് പറയാം. ഐസൊലേറ്റഡ് പോയിന്റ്. അപ്പൊ ഐസൊലേറ്റഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ വേറെ നിൽക്കുന്ന, ഒറ്റയ്ക്ക് നിൽക്കുന്ന അത്തരം പോയിന്റ്സിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പം അതെന്താ നോക്കാം. ഇപ്പൊ എക്സാമ്പിൾ നോക്കിയോ. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1/z-1 ഇൻറ്റു z+2. ഓക്കെ, ഈ ഒരു ഫംഗ്ഷന്റെ സിംഗുലാർ പോയിന്റ് ഏതാന്ന് കണ്ടുപിടിക്കുക. അത് ഐസൊലേറ്റഡ് ആണോ നോൺ ഐസൊലേറ്റഡ് ആണോ നമുക്ക് എങ്ങനെ നോക്കാം. ഇതിന്റെ സിംഗുലാർ പോയിന്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുത്തു. അല്ലടോ, ഇതിന്റെ സിംഗുലാർ പോയിന്റ് എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0, അതായത് z-1 ഇൻറ്റു z+2 ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് z-1 ഈക്വൽ ടു 0 ആൻഡ് z+2 ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് z ഈക്വൽ ടു 1 ആൻഡ് z ഇസ് ഈക്വൽ ടു -2. അപ്പൊ z ഈക്വൽ ടു 1 z ഈക്വൽ ടു -2 ആണ് ഇതിന്റെ സിംഗുലാർ പോയിന്റ്സ്. ഇതിന്റെ സിംഗുലാർ പോയിന്റ്സ് ആണ് നമുക്ക് മനസ്സിലായി. ഇനി z ഈക്വൽ ടു 1 z ഈക്വൽ ടു -2 ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണോ നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. വേണ്ടേ? ഓക്കെ, അപ്പൊ ഐസൊലേറ്റഡ് ആണോ നോൺ ഐസൊലേറ്റഡ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഇതാ z ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റ് ഏകദേശം ഇതാ ഈ ഒരു നമ്മൾ ഇങ്ങനെ ഒരു ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇവിടെയാ വരിക. -2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാ വരിക അല്ലെ? അപ്പൊ നമ്മൾ ഈ ഏതൊരു സിംഗുലാരിറ്റി എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ തൊട്ട് നൈബർഹുഡ് എടുക്കുകയാണെങ്കിൽ, നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ തൊട്ട് പരിസരത്തുള്ള ആൾക്കാർ ഏതെങ്കിലും ഒരു പരിസരത്തുള്ള തൊട്ട് നൈബർഹുഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വേറെ ഏതെങ്കിലും സിംഗുലാർ പോയിന്റ് വരുന്നുണ്ടെങ്കിൽ, ഇതാ 1 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സിംഗുലാർ പോയിന്റ് ആണ്. അതിന്റെ നൈബർഹുഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് അപ്പുറം ഇപ്പുറം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിനുള്ളിൽ മറ്റേ സിംഗുലാർ പോയിന്റ്സ് വേറെ ഏതെങ്കിലും സിംഗുലാർ പോയിന്റ്സ് വരുന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഐസൊലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പോയിന്റിന്റെ നൈബർഹുഡിൽ വേറെ ഒരു സിംഗുലാർ പോയിന്റ്സും വരുന്നില്ല എങ്കിൽ, അതായത് ഇത് ഒറ്റപ്പെട്ടിട്ടാണ് ഉള്ളത്, ഇതിന്റെ നൈബർഹുഡിലാണെന്നും വേറൊരു സിംഗുലാർ പോയിന്റ് ഇല്ല അല്ലെ? ഇതിന്റെ നൈബർഹുഡിൽ ഇല്ലല്ലോ. ഇതിന്റെ അടുത്ത സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത് -2 ആണ്. -2 എന്ന് പറയുന്നത് ഈ ഒരു നൈബർഹുഡിൽ വരുന്നതാണോ? ആണോടോ? അല്ല, ഈ ഒരു നൈബർഹുഡിൽ അത് വരില്ല. നൈബർഹുഡ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് അപ്പുറം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പം വളരെ ചെറിയ Δx എന്ന് പറയുന്ന അത്രയും ഡിസ്റ്റൻസ് നമ്മൾ അപ്പുറം എടുക്കാൻ പാടുള്ളൂ നൈബർഹുഡ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഈ ഒരു പരിസരത്ത് ഇതിനപ്പുറം വരാത്തതുകൊണ്ട്, അതിന്റെ അടുത്ത സിംഗുലാർ പോയിന്റ് ഈ ഒരു പരിസരത്ത് വരാത്തത് കൊണ്ട് നമുക്ക് 1നെ എന്തായിട്ട് പറയാം? അതൊരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിംഗുലാർ പോയിന്റ് ആണ്. അതുകൊണ്ട് ഒരു ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണെന്ന് പറയാം. അതേ കേസ് നമുക്ക് -2ന്റെ കേസിലും എടുത്തു നോക്കാം. -2 എന്ന് പറയുന്ന സിംഗുലാർ പോയിന്റിന്റെ നൈബർഹുഡ് എടുത്തു നോക്കുകയാണെങ്കിൽ 1 എന്ന് അതിന്റെ അടുത്ത സിംഗുലാർ പോയിന്റ് ഏതാ? 1 ആണ് വരുന്നത്. ഈ 1 എന്ന് പറയുന്ന സിംഗുലാർ പോയിന്റ് ഈ -2ന്റെ നൈബർഹുഡിൽ വരുന്നില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് ഈ -2നെ നമുക്ക് എന്തായിട്ട് പറയാം? ഇതും ഒരു ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ രണ്ട് സിംഗുലാർ പോയിന്റ്സും ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് ആണ്. ഓക്കെ, ഇനി നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്. അപ്പൊ നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് എന്തായിരിക്കും? സിംഗുലാർ പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു സിംഗുലാർ പോയിന്റ് അപ്പുറം വേറെ ഏതെങ്കിലും ഒരു സിംഗുലാർ പോയിന്റ് അതിന്റെ നൈബർഹുഡിൽ വേറെ സിംഗുലാർ പോയിന്റ്സ് വരുന്നുണ്ടെങ്കിൽ അത്തരം സിംഗുലാർ പോയിന്റ്സിനെ നമ്മൾ നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയും. എക്സാമ്പിൾ നോക്കാം. f of z is equal to cot π/z. കോട്ട് π/z നമുക്ക് എങ്ങനെ എഴുതാം അല്ലെ? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ഇട്ടാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സിംഗുലാർ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കോട്ട് π/z എന്ന് പറയുമ്പോൾ അതിനൊരു ഡിനോമിനേറ്റർ ഇല്ല. അപ്പൊ നമുക്ക് കോട്ടിനെ നമുക്ക് മാറ്റി എഴുതാം. എന്ത് എഴുതാം? cos π/z sin π/z എന്ന് എഴുതാലോടോ. കോട്ട് എക്സിന് നമുക്ക് cos x sin x എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഡിനോമിനേറ്റർ നമുക്ക് സിംഗുലാർ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അതായത് sin π/z ഈക്വൽ ടു 0 എന്ന് കൊടുത്തു അല്ലെ? നമുക്കറിയാം sin x 0 ആകുന്നത് എക്സിന്റെ വാല്യൂ nπ ആവുമ്പോഴാണ് അല്ലെ? പ്ലസ് ഓർ മൈനസ് nπ ആവുമ്പോഴാണ് sin x 0 ആകുന്നത്. സൈനിന്റെ വാല്യൂ എപ്പോഴൊക്കെയാ 0 ആകുന്നത്? പ്ലസ് ഓർ മൈനസ് nπ, അതായത് -2π, -3π, -5π, 2π, 3π, 5π ഇതിലൊക്കെ നമ്മുടെ സൈനിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ sin x 0 എന്ന് പറയുന്നതിന് പകരം ഇവിടെ എക്സിന് പകരം π/z വരുന്നത്. അപ്പൊ π/zന്റെ വാല്യൂ എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് nπ ആയിരിക്കും അല്ലെ? sin x 0 ആണെങ്കിൽ x is equal to പ്ലസ് ഓർ മൈനസ് nπ. കുറെ തവണ പഠിച്ചിട്ടുള്ളതാണ് നമ്മള്. അല്ലടോ,
കോസ് എക്സിന് നമ്മൾ അതുപോലെ തന്നെ പഠിച്ചിട്ടുണ്ട്. കോസ് എക്സ് 0 ആകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n π/2 ആകുമ്പോഴാണ്. π/2ന്റെ മൾട്ടിപ്പിൾസ് വരുമ്പോഴാണ് കോസ് എക്സ് 0 ആവുന്നത്. പൈയുടെ മൾട്ടിപ്പിൾസ് വരുമ്പോഴാണ് സൈൻ എക്സിന്റെ വാല്യൂ 0 ആവുന്നത് അല്ലേ? അപ്പൊ അതുപോലെ അല്ലേ, സൈൻ π/z ഈക്വൽ ടു 0 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? π/z വാല്യൂ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് nπ എന്ന് എഴുതാം. ഈ n എന്ന് പറയുന്നത് ഇന്റിജേഴ്സ് ആണ്. 1 2 3 4 5 6 നാച്ചുറൽ നമ്പേഴ്സ് വരിക. n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ്. n 1 2 3 4 5 6. ഓക്കെ ഓക്കെ, ഒന്നെങ്കിൽ പ്ലസ് ഓർ മൈനസ് nπ എന്ന് എഴുതാം, അല്ലെങ്കിൽ nπ എന്ന് എഴുതാം. വേറെ n എന്ന് പറയുന്നത് ഇന്റിജേഴ്സ് ആയിട്ട് കൊടുക്കണം. വെറും nπ എന്ന് കൊടുക്കുമ്പോൾ n എന്ന് പറയുന്നത് ഇന്റിജേഴ്സ് കൊടുക്കണം. അതായത് മൈനസ് 1 2 3 4 5 6 മുതൽ പ്ലസ് 1 2 3 4 5 6 വരെ കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? പ്ലസ് ഓർ മൈനസ് nπ എന്ന് കൊടുത്തിട്ട് n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് കൊടുക്കുക, കൗണ്ടിങ് നമ്പേഴ്സ് ആയിട്ട് കൊടുക്കുക. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഇവിടെ പ്ലസ് ഓർ മൈനസ് വന്നത് കൺഫ്യൂഷൻ ആണോ? ഉണ്ടോടോ? ഇല്ല ഇല്ല. അതായത് മൈനസ് നെഗറ്റീവ് nπയിലും പോസിറ്റീവ് nπയിലും എന്താ സൈൻ എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും അല്ലെ? സൈൻ nπ എന്ന് പറയുന്നത് 0 ആയിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പൈ ഉണ്ട് അല്ലെ? പൈ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി എന്താ ഉള്ളത്? 1/z വിച്ച് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n. ഓക്കെ, അപ്പൊ 1/z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n ആയിട്ട് നമുക്ക് z-ന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? സിംഗുലർ പോയിന്റ് എന്ന് പറയുമ്പോൾ z-ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും? വിച്ച് ഇംപ്ലൈസ് z ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/n അല്ലെ? റെസിപ്രോക്കൽ എടുത്താൽ ഇവിടെ 1/z എന്നുള്ളത് z ആകും. ഇവിടെ n-ന് റെസിപ്രോക്കൽ എടുത്താൽ n-ന്റെ 1/n ആകും. ഓക്കെ, n ഈക്വൽ ടു 1 2 3 4 5 6 എക്സെട്ര. ഓക്കെ, അപ്പൊ z ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/n ആണ് നമ്മുടെ സിംഗുലർ പോയിന്റ്സ് ആയിട്ട് നമുക്ക് കിട്ടിയത്. അതായത് ഏതൊക്കെ പോയിന്റ്സ് വരാം? ഏതൊക്കെ പോയിന്റ്സ് വരാം? n-ന് 1 കൊടുക്കുമ്പോൾ മൈനസ് 1 വരാം. പിന്നെ n-ന് 2 കൊടുക്കുമ്പോൾ മൈനസ് 1/2 വരാം. n-ന് 3 കൊടുക്കുമ്പോൾ മൈനസ് 1/3 വരാം. ഇനി പോസിറ്റീവ് നോക്കുവാണെങ്കിലോ, n-ന് 1 കൊടുക്കുമ്പോൾ 1 വരാം. n-ന് 2 കൊടുക്കുമ്പോൾ 1/2 വരാം, 1/3 വരാം. അപ്പൊ എവിടെ മുതൽ എവിടെ വരെ ഇതിന്റെ റേഞ്ച് വരുള്ളൂ? മാക്സിമം n-ന് 1 കൊടുക്കുമ്പോൾ 1/n വിടാം, മൈനസ് 1/n വരാം. n-ന് 1 കൊടുക്കുമ്പോൾ പോസിറ്റീവ് ആക്സിസിൽ 1/1 എന്ന് പറയുന്നത് 1. മൈനസ് 1-നും 1-നും ഇടയിലുള്ള പോയിന്റ്സ് ആയിരിക്കും ഈ ഒരു z ആക്സിസിൽ അല്ല z-ന്റെ സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു ഫംഗ്ഷന്റെ സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? ഉണ്ട്, ഒന്നുമില്ല. നമ്മൾ ആ വാല്യൂസ് ഏതൊക്കെയാന്നുള്ളത് നോക്കുക. അതിന് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴും -1 മുതൽ 1 വരെയുള്ള പോയിന്റ്സ്, അതായത് 1/2 1/3 1/4 -1/2 -1/3 -1/4 ഇത്രയും ടേംസ്, ഈ ഒരു പോയിന്റ്സ് ആയിരിക്കും ഈ ഒരു നമ്മുടെ തന്നിരിക്കുന്ന കോട്ട് π/z എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സിംഗുലാർ പോയിന്റ് വരിക. ഈ സിംഗുലാർ പോയിന്റ് ഐസൊലേറ്റഡ് ആണോ നോൺ ഐസൊലേറ്റഡ് ആണോ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതാ -1-നും 1-നും ഇടയിൽ. അപ്പൊ -1 അതിന്റെ ഒരു സിംഗുലാർ പോയിന്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു നൈബർഹുഡ് എടുക്കുകയാണെങ്കിൽ ആ നൈബർഹുഡിനകത്ത് വേറെ ഏതെങ്കിലും സിംഗുലർ പോയിന്റ് വരാൻ ചാൻസ് ഉണ്ടോ? -1 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സിംഗുലർ പോയിന്റ് ആണ്. അതിന്റെ തൊട്ട് നൈബർഹുഡ് അപ്പുറം എടുക്കുകയാണെങ്കിൽ ആ ഒരു നൈബർഹുഡിനകത്ത് വേറെ ഏതെങ്കിലും പോയിന്റ്സ്, വേറെ ഏതെങ്കിലും സിംഗുലർ പോയിന്റ് വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? -1 അല്ലേ? അതായത് -1 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സിംഗുലർ പോയിന്റ് ആണ്. അതിന്റെ ഒരു നൈബർഹുഡ്, ചെറിയൊരു സ്മോൾ നൈബർഹുഡ് എടുത്താൽ, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റീജിയനിൽ വേറെ ഏതെങ്കിലും, ഇതിനകത്തുള്ള വേറെ ഏതെങ്കിലും ഒരു നൈബർഹുഡ് വരാനുള്ള ചാൻസ് ഉണ്ടോ? ഉണ്ട്, വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? വരാനുള്ള ചാൻസ് ഉണ്ട്. 1/4 1/3 1/8 ഏതെങ്കിലും ഒരു പോയിന്റ്, അതായത് 0.5 ആണ് നമ്മുടെ നൈബർഹുഡ് ആയിട്ട് എടുക്കുന്നെങ്കിൽ, 0.5 ഡിസ്റ്റൻസിലാണ് ഇതിന്റെ നൈബർഹുഡ് എടുക്കുന്നതെങ്കിൽ 1/2 വരാനുള്ള ചാൻസ് ഉണ്ട്. 1/2 എന്ന് പറയുന്നത് ഇതിന്റെ വേറൊരു സിംഗുലർ പോയിന്റ് ആണ്. ആ ഒരു സിംഗുലർ പോയിന്റ് ഈ ഒരു -1-ന്റെ നൈബർഹുഡിൽ വരുന്നതായതുകൊണ്ട് തന്നെ ഈ -1 എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിംഗുലർ പോയിന്റ് ആണോ? അല്ല, അതിനടുത്തടുത്ത് വേറെയും സിംഗുലർ പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ പ്ലസ്, അപ്പൊ ഏതൊന്ന്, ഈ -1 മാത്രമല്ല, വേറെ ഏതൊരു നൈബർഹുഡ്, വേറെ ഏതൊരു സിംഗുലർ പോയിന്റ്സ് എടുക്കുകയാണെങ്കിലും അതിന്റെ ഒക്കെ നൈബർഹുഡിൽ വേറെ സിംഗുലർ പോയിന്റ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് പറയാം? z is equal to plus or minus 1/n is
നോട്ട് എ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് എന്ന് പറയാം അല്ലെ. ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് അല്ല, നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് നോൺ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് അല്ല കേട്ടോ, നമുക്ക് സിംഗുലാർ പോയിന്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. സിംഗുലാർ പോയിന്റ്സിനെ കുറിച്ചിട്ടാണ്, ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഈ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സിനെ അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു 3 removable singularity, pole and essential singularity. Isolated singularities are classified into 3 removable singularity, poles and essential singularity. അപ്പൊ നമ്മൾ പറഞ്ഞ സിംഗുലാരിറ്റീസ് 2 ടൈപ്സ് ആണുള്ളത്, ഐസൊലേറ്റഡ് ആൻഡ് നോൺ ഐസൊലേറ്റഡ്. അപ്പൊ അതിന് എക്സാമ്പിൾസ് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീനെ അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റിമൂവബിൾ, pole and essential singularities. Okay, clear? Yes, miss. ഓക്കെ, കൺഫ്യൂഷൻ ആയി പോവല്ലേ? ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അത്തരം സിംഗുലാരിറ്റീസ് ആണ്. നോൺ ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൂടി ചേർന്ന് നിൽക്കുന്ന, അതിന്റെ തൊട്ടടുത്ത് വേറെ സിംഗുലാരിറ്റീസ് വരികയാണെങ്കിൽ അതിന് നോൺ ഐസൊലേറ്റഡ് എന്ന് പറയും. നമുക്ക് വേണ്ടത് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇത്തരം ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അതിനെ തന്നെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, റിമൂവബിൾ, പോൾ ആൻഡ് എസെൻഷ്യൽ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഓക്കെ, അതായത് ഒരു സിംഗുലാരിറ്റി ഉണ്ടാകും, പക്ഷെ നമുക്ക് അത് ഒന്ന് മോഡിഫൈ ചെയ്ത് അതിനെ റിമൂവ് ചെയ്യാൻ, ആ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് അതിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്തരം സിംഗുലാരിറ്റീസിന് നമ്മൾ എന്ത് പറയും? റിമൂവബിൾ സിംഗുലാരിറ്റീസ് എന്ന് പറയും. മനസ്സിലായോ? അതായത് സിംഗുലാരിറ്റീസ് തന്നെ, ഒരു ഫംഗ്ഷന്റെ സിംഗുലാരിറ്റി തന്നെ, ആ സിംഗുലാരിറ്റിനെ നമുക്ക് മോഡിഫൈ ചെയ്ത് അതിനെ റിമൂവ്, ആ ഒരു ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് അതിനെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്തരം സിംഗുലാരിറ്റീസിനാണ് നമ്മൾ റിമൂവബിൾ സിംഗുലാരിറ്റീസ് എന്ന് പറയുന്നത്. അതിനൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ആ ഫംഗ്ഷനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് അതിനെ ആ സിംഗുലാരിറ്റീസിനെ ആ ഒരു ഫംഗ്ഷനിൽ നിന്നും മാറ്റാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സിംഗുലാരിറ്റി നമ്മൾ റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറയും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സൈൻ സെഡ് ബൈ സെഡ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതില് സിംഗുലാരിറ്റി ഏതാ? സെഡ് ഇസ് ഈക്വൽ ടു 0 ആണ് അതിന്റെ സിംഗുലാരിറ്റി അല്ലെ. സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 0 തന്നെയാണ് അതിന്റെ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ആണ് അതിന്റെ സിംഗുലാരിറ്റി. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 വരുന്ന പോയിന്റ്സ് ആണ് അതിന്റെ സിംഗുലാരിറ്റി. ഡിനോമിനേറ്റർ സെഡ് ആണ്, സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് സെഡ് ഈക്വൽ ടു 0 തന്നെയാണ് അതിന്റെ സിംഗുലാരിറ്റി അല്ലടോ. ഡിനോമിനേറ്ററിൽ വരുന്ന ഫംഗ്ഷൻ ഏതാണോ അത് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ സെഡിന്റെ വാല്യൂ ഏത് കിട്ടും, അതാണ് സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ വരുന്നത് സെഡ് തന്നെയാണ്. അപ്പൊ സെഡിന്റെ വാല്യൂ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ സെഡ് ഈക്വൽ ടു 0 തന്നെയാണ് അതിന്റെ സിംഗുലാരിറ്റി അല്ലേ. ഇനി അത് റിമൂവബിൾ സിംഗുലാരിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഫംഗ്ഷൻ ഇതായിരുന്നു, സൈൻ സെഡ് ബൈ സെഡ് അല്ലെ. അപ്പൊ സൈൻ സെഡ് നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സീരീസ് എക്സ്പാൻഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം? സെഡ് മൈനസ് സെഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെഡ് റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് സെഡ് റേസ് ടു 7 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഈ മൈനസ് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഈ സൈൻ വരുന്നത്, എല്ലാം ഓർക്കണം കേട്ടോ. ഡിവൈഡഡ് ബൈ സെഡ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ന്യൂമറേറ്ററിൽ നിന്നും സെഡ് ഔട്ട് സൈഡ് എടുത്തു. ബാക്കി വരുന്നത് എന്താ? 1 മൈനസ് സെഡ് സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെഡ് റേസ് ടു 4 ബൈ 5 ഫാക്ടോറിയൽ പ്ലസ് സെഡ് റേസ് ടു 6 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഹോൾ ഡിവൈഡഡ് ബൈ സെഡ്. ഈ സെഡും സെഡും ക്യാൻസൽ ആയില്ലേ? ഈ സെഡും സെഡും ക്യാൻസൽ ആയില്ലേ? ഇല്ലടോ. ബാക്കി എന്താ ഉള്ളത്? ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് 1 മൈനസ് സെഡ് സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെഡ് റേസ് ടു 4 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് സെഡ് റേസ് ടു 6 ബൈ 7 ഫാക്ടോറിയൽ. ഇതിൽ പിന്നെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഒരു സിംഗുലാരിറ്റി ഉണ്ടോ? ഡിനോമിനേറ്ററിൽ ഏതെങ്കിലും ടേം വരുന്നുണ്ടോ? സെഡ് ഏതെങ്കിലും ഒരു സെഡിന്റെ ഫംഗ്ഷൻ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഉണ്ടായിരുന്ന സെഡിന് നമ്മൾ എന്ത് ചെയ്തു? ഉണ്ടായിരുന്ന ഒരു സിംഗുലാരിറ്റി ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു, അതിനെ ക്യാൻസൽ ചെയ്തു അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് സിംഗുലാരിറ്റി ആയിരുന്നു, പക്ഷെ നമ്മൾ അതിനെ റിമൂവ് ചെയ്തു. അതുകൊണ്ട് തന്നെ സെഡ് ഇസ് ഈക്വൽ ടു 0 ഈസ് എ റിമൂവബിൾ സിംഗുലാരിറ്റി ഓഫ് സൈൻ സെഡ് ബൈ സെഡ്. സൈൻ സെഡ് ബൈ സെഡിന്റെ റിമൂവബിൾ സിംഗുലാരിറ്റി ആയിട്ട് നമുക്ക് എന്തിനെ പറയാം? 0 എന്ന് പറയുന്നത്, സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ ബാക്കി.